DC നാഷണൽ ഗാർഡ് വെടിവയ്പ്പിനെ തുടർന്ന് ആശങ്കയുള്ള 19 രാജ്യങ്ങളുടെ ഗ്രീൻ കാർഡുകൾ പുനഃപരിശോധിക്കാൻ ട്രംപ് ഉത്തരവിട്ടു. വെടിവയ്പ്പിനെ തുടർന്ന് കുടിയേറ്റ നിയന്ത്രണം വർദ്ധിപ്പിച്ച് 19 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് നൽകിയ എല്ലാ ഗ്രീൻ കാർഡുകളും സമഗ്രമായി പരിശോധിക്കാനാണ് ഉത്തരവിട്ടത്. ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് പ്രസിഡന്റിന്റെ പ്രഖ്യാപനം വന്നത്. മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നുള്ള US-ലേക്കുള്ള കുടിയേറ്റം ശാശ്വതമായി നിർത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. നിരവധി അമേരിക്കക്കാരുടെ നേട്ടങ്ങളും ജീവിത സാഹചര്യങ്ങളും ഇല്ലാതാക്കിയ കുടിയേറ്റ നയങ്ങളിൽ നിന്ന് US സംവിധാനത്തെ പൂർണ്ണമായും കരകയറ്റാൻ ഈ തീരുമാനം അനുവദിക്കുമെന്ന് US പ്രസിഡന്റ് ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ എഴുതി. തന്റെ പദ്ധതിയുടെ വിശദാംശങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയില്ല. വാഷിംഗ്ടൺ DC-യിൽ നാഷണൽ ഗാർഡിലെ 2 അംഗങ്ങൾക്ക് നേരെ വെടിയുതിർക്കുകയും അവരിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്തു. അഫ്ഗാൻ പൗരൻ കുറ്റാരോപിതനായി ഒരു ദിവസത്തിന് ശേഷമാണ് ട്രംപിന്റെ പരാമർശം. കുടിയേറ്റത്തോടുള്ള ട്രംപിന്റെ നിലപാടിനെ ഇത് കൂടുതൽ കടുപ്പിച്ചു. വളരെ കാലമായി ഇത് അദ്ദേഹത്തിന്റെ പ്രധാന വിഷയങ്ങളിൽ ഒന്നാണ്. അഫ്ഗാനിസ്ഥാനികളിൽ നിന്നുള്ള എല്ലാ കുടിയേറ്റ അഭ്യർത്ഥനകളും പ്രോസസ് ചെയ്യുന്നത് US താൽക്കാലികമായി നിർത്തിവെച്ചു. പൗരന്മാരല്ലാത്തവർക്കുള്ള ഫെഡറൽ ആനുകൂല്യങ്ങളും സബ്സിഡികളും അവസാനിപ്പിക്കുമെന്ന പ്രതിജ്ഞയെടുത്ത അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കയിലെ സാമൂഹിക അസ്വസ്ഥതകൾക്ക് കാരണക്കാർ അഭയാർത്ഥികളാണെന്നും കുറ്റപ്പെടുത്തി. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.